കാര്യമായിട്ടൊരു സമ്മാനമായിട്ട് കൊടുക്കാറുള്ളത് ഈ ഒരു മാലയാണ് കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. അത് അവർക്കും നല്ല സന്തോഷമാവും. കൊടുക്കുമ്പോൾ നല്ല ചുരുക്കുള്ള ഒരു മാല നമ്മളത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. നമ്മളത് ചെയ്യരുത്. നമ്മൾ ആളുകൾക്ക് സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകളാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഈ സുന്നത്ത് പഠിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ദാവൂദ് ധരിക്കുന്നു, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖദീസ്. നിങ്ങൾ ദിക്ർ ചൊല്ലണം, തസ്ബീഹ് ചൊല്ലണം, തഹ്ലീൽ ചൊല്ലണം, തഖദീസ് ചെയ്യണം അല്ലാഹുവിനെ. എങ്ങനെ? വഖദിന ബിൽ അനാമിൽ, വിരലുകൾ കൊണ്ടായിരിക്കണം നിങ്ങൾ അത് എണ്ണം പിടിക്കേണ്ടത്. ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതിഖാത്തുൻ, കാരണം ആ വിരലുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയും, അത് ചോദിക്കപ്പെടും. അതുകൊണ്ട് വിരലുകൾ കൊണ്ടായിരിക്കണം നിങ്ങൾ എണ്ണം പിടിക്കേണ്ടത് എന്നത് പ്രവാചകന്റെ നിർദ്ദേശമാണ്. ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള സുന്നത്ത്. വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു, യഅഖിദു അത്തസ്ബീഹ ബിയദിഹി, കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നതായിട്ട്, എണ്ണം പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. തസ്ബീഹ് ചൊല്ലുമ്പോ കൈകൊണ്ട് എണ്ണം പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നതായി അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. അപ്പോ കൈ കൊണ്ട് എണ്ണം പിടിക്കൽ അതല്ലത്. ഇതിൽ കൊടുത്ത വിശദീകരണത്തിൽ കാണാം, ഇടത് കൈ ഉപയോഗിക്കേണ്ടതില്ല, വലത് കൈ കൊണ്ടായിരിക്കണം എണ്ണം പിടിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ മാല അനുവദനീയമാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവരാരും ഇതിനെ അനുകൂലിച്ചിട്ടില്ല. ചില ആളുകള് അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ബിദ്അത്താണ് എന്നൊന്നും പറയാൻ പാടില്ല. പക്ഷേ അത് പറഞ്ഞ ആളുകൾ തന്നെ പറഞ്ഞു ഇതൊരു സുന്നത്തിനെ ഒഴിവാക്കലാണ്, അതുകൊണ്ട് ഈ മാല വിട്ടിട്ട് സുന്നത്തിലേക്ക് മടങ്ങണം. ഇതിനെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഇന്ന് കുറെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അവരുടെ കഴുത്തിൽ ഇത് കാണാം, അവരുടെ കയ്യിൽ ഇത് കാണാം, ഇതൊരു ദീനിന്റെ ചിഹ്നമായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത് കണ്ടാൽ തോന്നുക. അവർ നിസ്കാരത്തിന്റെ ആൾക്കാരാണ്, അവര് ദീനിന്റെ ആളുകളാണ് എന്നാണ് ഇത് കണ്ടാൽ തോന്നുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വഖദ് അലിമ ബിന്നഖലിൽ മുതവാതിരി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു ലം യകുൻ ഹാദാ ശിആറുഹും, ഇത് പ്രവാചകന്റെ ചര്യയല്ല, ഇത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ ശിആറല്ല, അവരുടെ ചിഹ്നമല്ല. വകാനു യുസബ്ബിഹൂന, അവർ തസ്ബീഹ് ചൊല്ലിയിരുന്നത്, വയഖിദൂന, അവർ എണ്ണം പിടിച്ചിരുന്നത്, അലാ അസ്വാബിഹിം, അവരുടെ വിരലുകൾ കൊണ്ടായിരുന്നു. കമാ ജാ ഫിൽ ഹദീസി, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഹദീസിൽ വന്നതുപോലെ വിരലുകൾ കൊണ്ടായിരുന്നു, കൈവിരലുകൾ കൊണ്ടായിരുന്നു അവർ എണ്ണം പിടിച്ചിരുന്നത്. ഈ മാല ഉപയോഗിക്കുക എന്നത് റസൂലുള്ളാഹിന്റെ ചിഹ്നമല്ല, അത് സ്വഹാബത്തിന്റെ ചിഹ്നമല്ല. അതുകൊണ്ട് അതിലേക്ക് മടങ്ങലാണ് നല്ലത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹം 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് ശരിയല്ല എന്ന് സമർത്ഥിക്കുന്നു. ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, ഈ തസ്ബീഹ് മാല എന്നത് ബിദ്അത്തുൻ, അതൊരു ബിദ്അത്താണ്. ലം തകുൻ അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇത് ഉണ്ടായിട്ടില്ല. വഇന്നമാ ഹദസത് ബഅദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് തസ്ബീഹ് മാല കൊണ്ട് ഒരാള് എണ്ണം പിടിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം 2 അസറുകൾ ഉദ്ധരിക്കുന്നു. സ്വഹാബികളിൽ നിന്ന് 2 അസറുകൾ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു പെണ്ണിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. മാഹാ തസ്ബീഹുൻ, അവളുടെ കയ്യിൽ ഒരു തസ്ബീഹിന്റെ മാലുണ്ട്. തുസബ്ബിഹു ബിഹി, അതുകൊണ്ട് അവൾ എണ്ണം പിടിക്കുന്നു. ഫഖത്താഹു വഅൽഖാഹു, ആ മാല മുറിച്ചു മാറ്റി അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആര്? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ അഫ്ഖഹു ഫുഖഹായി എന്നറിയപ്പെടുന്ന ആളാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഒരു സ്ത്രീ ഇങ്ങനെ എണ്ണ പിടിച്ചു പോണത് കണ്ടു. അദ്ദേഹം എന്ത് ചെയ്തു? അത് വാങ്ങിയിട്ട് ഫഖതഹു, അത് മുറിച്ചു കളഞ്ഞു. വഅൽഖാഹു, അത് വാങ്ങിയിട്ട് അദ്ദേഹം എറിഞ്ഞു. മറ്റൊരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഒരു റജുല്, ഒരു പുരുഷന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹം, അയാളെ കയ്യിൽ ഈ മാലുണ്ട്. ഫളറബഹു ബിരിജ്ലി, അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ കാലിലൊന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ലഖദ് സബഖ്തും റകിബ്തും ബിദ്അത്തൻ ദുൽമ,
റകിബ്തും ബിദഅത്തൽ ദുൽമ വലഖദ് ഖലബ്തും അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനേക്കാൾ ഇൽമുള്ളവരാകാൻ, മികവുറ്റവരാകാൻ നോക്കുകയാണോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാലിന് ഒരു അടി വെച്ചു കൊടുത്തു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന് അദ്ദേഹം സുൽത്ത് ബിനു ബഹ്റാമിൽ നിന്ന് ഉദ്ധരിച്ച ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ രണ്ട് സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആദ്യം അത് ബിദ്അത്താണ്, അത് ഒഴിവാക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ ഹദീസുകൾക്കൊക്കെ എതിരാണ് ഈ സംഭവം. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഇത് ധരിച്ചു നടക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്. അദ്ദേഹം ഒരു ഉദാഹരണത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കണ്ടു അയാൾ സൈക്കിളിൽ യാത്ര ചെയ്യാണ്, അയാളെ കയ്യിൽ തസ്ബീഹ് മാലുണ്ട്. എന്താണ് അയാൾ അതുകൊണ്ട് ചെയ്യുന്നത്? ആളുകളുടെ ഇടയിൽ പരിഹാസ്യനാവുകയാണോ, അതല്ല അള്ളാഹിന്റെ ദിക്റിനെ അവഗണിക്കുകയാണോ? ഇങ്ങനെ കുറെ ആളുകൾ അവരുടെ കയ്യിൽ തസ്ബീഹ് മാലുണ്ടാവും, ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ഇടയിൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് അദബ് കേടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ വിശദമായിട്ട് നാസറുദ്ദീൻ അൽബാനി വിശദീകരിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മുടെ സുന്നത്ത് എന്നത് എണ്ണം പിടിക്കണം, അത് സുന്നത്താണ്. അത് ചൊല്ലണം, അത് ചെല്ലേണ്ടത് വലത് കൈകൊണ്ട് എണ്ണം പിടിച്ചിട്ടായിരിക്കണം. അതല്ലാത്ത രൂപത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടതില്ല എന്നാണ് ഇത്തരത്തിലുള്ള സുന്നത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈ വിഷയത്തിലുള്ള മറ്റൊരു സുന്നത്താണ് താടിയുമായി ബന്ധപ്പെട്ട സുന്നത്ത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ചിട്ടുള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ താടി എന്നുള്ളത്. ഈ വിഷയത്തിൽ എത്രയോ ഗൗരവമുള്ള കൽപ്പനകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. വളരെ ഗൗരവമുള്ള വിഷയത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സമിഅനാ വ അത്അനാ എന്ന് പറയണം. ഈ വിഷയത്തിൽ ഇന്നും ആളുകൾ വളരെ പിന്നിലാണ് എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തില് താടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സുന്നത്ത്. എത്രയോ ഹദീസുകള്, എത്രയോ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. എത്രയോ പ്രവാചകന്റെ കൽപ്പനകൾ തന്നെ ഒരുപാട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞു, വഫിറു അൽലിഹിയ വഅഫു അശ്ശവാരിവ. നിങ്ങൾ താടി നിങ്ങൾ നീട്ടി വളർത്തണം, മീശ നിങ്ങൾ വെട്ടി ചെറുതാക്കണം. അതാണ് അതിലുള്ള സുന്നത്ത്. അതാണ് അതിലുള്ള സുന്നത്ത്. താടി നിങ്ങൾ നീട്ടി അത് വളർത്തണം, അത് വലുതാക്കണം, താടി നിങ്ങൾ വെക്കണം. അതേപോലെ തന്നെ മീശ നിങ്ങൾ അത് വെട്ടി ചെറുതാക്കണം. ഈ ഒരു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അതിനോട് സമീപിക്കുന്നത്? നമുക്ക് എത്ര ആളുകൾക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സുന്നത്തിന്റെ അർത്ഥം നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ വിഷയം. ഇനി അത് മാത്രമല്ല, വിരോധിച്ച കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം എന്നുള്ളതാണ് ഹദീസ്. ആ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസേ കടന്നു വരുന്നില്ല. വിരോധിച്ച കാര്യങ്ങളാണോ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മൾ ചെയ്യുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുശ്രിക്കീങ്ങളെയും അനുകരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇസ്ലാം എന്ന് വിട്ടിട്ട് നമ്മൾ മറ്റുള്ള മതങ്ങളെ, മുശ്രിക്കീങ്ങളെ, മജൂസികളെ, വേദക്കാരെ, ബഹുദൈവ വിശ്വാസികളെയാണ് ഈ വിഷയത്തിൽ നമ്മൾ പിന്തുടരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മീശ അത് നിർത്തലും താടി വടിച്ചു കളയലും അത് മുശ്രിക്കീങ്ങളുടെ ചര്യയായിട്ടാണ്, ഷിർക്കിന്റെ ആളുകളുടെ സമ്പ്രദായമായിട്ടാണ്, മജൂസികളുടെ സമ്പ്രദായമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്ന അഹ്ല ശിർക്കി, ഷിർക്കിന്റെ ആളുകൾ, യഅഫൂന ശവാരിബഹും, അവർ അവരുടെ മീശ വളർത്തുന്നവരാണവർ. ഷിർക്കിന്റെ ആളുകൾ, അഹ്ലു ഷിർക്ക്, ഷിർക്കിന്റെ ആളുകൾ, ഹിദായത്ത് കിട്ടാത്ത, അള്ളാന്റെ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയ, നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ട ഷിർക്കിന്റെ ആളുകളാണ് യഅഫൂന ശവാരിബഹും, അവരുടെ മീശ അവർ നീട്ടി വളർത്തുന്നു. വയഹ്ഫൂന ലിഹാഹും, അവരുടെ താടി അവർ വടിച്ചു കളയുന്നു. അത് ഷിർക്കിന്റെ ആളുകളാണ്. ഫഖാലിഫൂഹും, നിങ്ങൾ അവരോട് എതിരാവണം. അവർ ഹിദായത്ത് കിട്ടാത്തവരാണ്, നരകത്തിലേക്ക് പോകുന്നവരാണവർ, അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയവരാണവർ, റസൂലുള്ളാഹിന്റെ ലഅനത്ത് കിട്ടിയവരാണവർ. അതുകൊണ്ട് അവരോട് നിങ്ങൾ എതിരാവണം. ഫഖാലിഫൂഹും, അവരോട് നിങ്ങൾ എതിരാവണം. ഫഅഫു അൽലിഹിയ, നിങ്ങൾ താടി നീട്ടി വളർത്തണം. വഅഫു അശ്ശവാരിബ, നിങ്ങൾ മീശ വെട്ടി ചെറുതാക്കും വേണം.
ഇങ്ങനെ എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്.